ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ എന്തായാലും ഇവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്നൊരു വ്യാഴാഴ്ചയാണ് കേട്ടോ. സമയം രാവിലെ ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ മോൻ ട്യൂഷന് പോയ പിന്നെയാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ അവൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് അങ്ങോട്ടൊക്കെ നടന്നിരുന്നു. നേരെ വെട്ടം വെച്ച് തന്നെ ഉണ്ടായുള്ളൂ. എന്നാലും അവൻ പോണവരൊന്നും മുറ്റത്തൊന്ന് അങ്ങോട്ട് നടന്നേ പിന്നെയാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ അവൻ ട്യൂഷന് പോയിട്ട് തിരിച്ച് വന്ന് എന്നെ അവിടെ ഒന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവനെ തിരിച്ചൊന്ന് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കാൻ പോയതാണ്. കാരണം പോണ വഴിക്കൊക്കെ നിറച്ച് പട്ടികളാണെന്ന് പറഞ്ഞിട്ട് പട്ടി അവന് ഓടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നതാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, മമ്മീനെ കൊണ്ടുവന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവനെന്നിട്ട് ഞാൻ സൈക്കിളുമ്പോൾ തന്നെ വിടാറുണ്ട് കേട്ടോ. പുറകിൽ ഞാൻ ടൂ വീലറിൽ പോകാറുന്നു. അങ്ങനെ അവന് ട്യൂഷൻ ക്ലാസ് വരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട് കേട്ടോ. പോണ വഴിക്കൊക്കെ ഒരു കടയുടെ അവിടെ എങ്ങോട്ട് നാളെ ഒഴിഞ്ഞ സ്ഥലം വരുമ്പോൾ പാടത്തിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടെ 5-8 പട്ടികൾ ഒരുമിച്ചാണ് വന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാവും, പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ അവനെ കൊണ്ടുവന്നാക്കി വന്നപ്പോഴേക്കും ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വയ്ക്കാമെന്നിട്ട് കരുതിയേക്കണം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചിക്കനുള്ള സവാളയും പച്ചമുളകൊക്കെ നന്നാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തായാലും ഇതരിഞ്ഞ് നേരം കളയണ്ടല്ലോ എന്ന് കരുതിയാൽ. അപ്പോൾ ഇങ്ങനെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പണികൾ കുറേ എളുപ്പമാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല, സമയം കിട്ടണ മാതിരിയൊക്കെ. ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള രാവിലത്തെ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സമയമുള്ളപ്പോൾ ഞാൻ ചെയ്തു വയ്ക്കും. ഇപ്പോൾ ചിക്കനൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ ഞാൻ വളരെ സിമ്മിലിട്ട് വേവിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയം വേണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മാക്സിമം ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. ഉരുളി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ വെച്ച് ആ സവാളയും പച്ചമുളകും കൂടി അവിടെ ഇട്ടാൽ മതി. അതിന് പോലെ ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിലും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒന്ന് ഇടിച്ചെടുത്താൽ മതി. പിന്നെ ഇതേ കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ പാലപ്പത്തിന് അരച്ചേക്കണത്. ശരിയാവില്ലേന്ന് നല്ല പിടിയുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടോ അത് അരച്ചത്. എന്തായാലും വലിയ കുഴപ്പമുണ്ടായില്ല. ഇച്ചിരി വെള്ളക്കുറവുണ്ടായിരുന്നു. ഞാനത് 2 അപ്പം ചുട്ടിട്ട് പിന്നെ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കാമായിരുന്നു കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ പിന്നെ ഇരിക്കുന്നത് പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയുകയും ചെയ്തു, ഒന്ന് പാലപ്പം. അപ്പോൾ പിള്ളേർ ചോദിക്കുകയും ചെയ്തു, മമ്മി ഇന്ന് അത്ഭുതമുള്ളൂ, എന്താ പാലപ്പം ഉണ്ടാക്കാൻ തോന്നിയെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് അത്രയോടെ നിൽക്കാറില്ല. കാരണം പാലപ്പം ചുടുമ്പോൾ പറഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് വേണമല്ലോ. സാധാരണ ഞാൻ പാലപ്പത്തിന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴേക്കും പൊങ്ങിയിട്ട് താന്നുണ്ടാവും കേട്ടോ. ഇതെന്താണോ കറക്റ്റായിട്ട് പൊങ്ങി തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തത് 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് തേങ്ങയും പിന്നെ 1/2 ഗ്ലാസ് ചോറും കൂടി കേട്ടോ. എന്നിട്ട് 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അരയ്ക്കായിരുന്നു. കറക്റ്റായിരുന്നു. പിന്നെ പൊടിക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അത് 2 അപ്പം ചുട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അങ്ങോട്ട് നമ്മൾ പാത്രത്തിലേക്ക് അവിടെ ചുറ്റിക്കാൻ നോക്കുമ്പോൾ അത് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം കൂടി വെച്ച് അവിടെ മൂടി വയ്ക്കായിരുന്നു കേട്ടോ. ഇത് അതുപോലെ ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇച്ചിരി അച്ചിങ്ങയും കായയും കൂടി ഞാൻ കൊളത്താമൻ കണക്കാക്കിയാണ്. അപ്പോൾ മേടിച്ചപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചിക്കനും കൂടി ആയതുകൊണ്ട് ആരും കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ മോക്ക് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളത് മാത്രം 2 പിടി മാത്രം കേട്ടോ. അതെടുത്ത് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കരുതിയാണ്. ബാക്കിയുള്ളത് ഞാനിത് അതേപോലെ തന്നെ ആ സിപ്ലോ കവറിലാക്കി ഫ്രീസറിലേക്ക് വെക്കേണ്ട. ഇന്നലെയാണ് ഞാനത് മേടിച്ച് നന്നാക്കി എടുത്തത്. അപ്പോൾ നന്നാക്കി എടുത്തപ്പോൾ ഞാൻ നേരെ ഇന്ന് ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ആഴ്ചയിലൊന്നും ഞാനത് എടുക്കില്ല, അടുത്ത ആഴ്ചയ്ക്ക് അതിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഞാനത് നേരെ ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഈ ഭാഗത്തല്ല കേട്ടോ, ഫ്രിഡ്ജ് ഇരിക്കുന്നത് അകത്താണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. ചിലർ പറയും ഫ്രിഡ്ജൊക്കെ അടുത്ത് വേണമെന്ന്. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ വലിയ മേലനങ്ങിയുള്ള അധ്വാനമില്ല. ഇങ്ങനെയെങ്കിലും കുറച്ച് നടക്കട്ടെ എന്ന് കരുതി കേട്ടോ. അച്ചിങ്ങ, കോവയ്ക്ക, ബീൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ തലേ ദിവസം അരിഞ്ഞ് വയ്ക്കും കേട്ടോ. ക്യാബേജ്, ബീറ്റ്റൂട്ട് അങ്ങനത്തെയൊക്കെയാണെങ്കിൽ നമുക്കിവിടെ ചോപ്പറുള്ളപ്പോൾ ആണെങ്കിൽ 2 മിനിറ്റ് മതിയില്ല, ആ ചോപ്പറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ രാവിലെ ചെയ്യും കേട്ടോ. മോന് പിന്നെ സ്കൂളിലേക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ അവൻ അതായാലും കൊണ്ടുപോകും കേട്ടോ. അവന് പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല, അവനത് കൊണ്ടുപോവുകയുമില്ല. മോളുടെ സ്കൂളിൽ ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് വെജേ പാടുള്ളൂ, നോൺ വെജ് പാടില്ല എന്ന്. ഇപ്പം അറിവ് വെച്ച് തുടങ്ങിയ പിന്നെ സ്കൂളിലൊക്കെ അറിയാണ്ട് ചിലപ്പോൾ വല്ലപ്പോഴും ഒരു മീനിൻ്റെ കഷ്ണമൊക്കെ അടിയിലിട്ടേക്കാനും അവൾ പറയാറുണ്ട് കേട്ടോ. എന്നാലും ടീച്ചർമാർ ചെക്ക് ചെയ്താലോ നമുക്ക് ഭയങ്കര പേടി കേട്ടോ. മോൻ അവിടെ പഠിക്കുന്ന സമയത്ത് മോൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അവനങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായില്ല. ഈ സമയമായിരിക്കും അച്ചിങ്ങയും കായും നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനുള്ള സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് ചതച്ചാണ് കേട്ടോ ഞാനിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ഇഞ്ചി ഇടിച്ച ഉരുളുണ്ടല്ലോ അതൊന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നു കേട്ടോ. ഇനി എനിക്ക് ഇടയ്ക്ക് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളപ്പോൾ അപ്പോൾ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ജോലി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാനതെല്ലാം കൂടി അവിടെ കൂട്ടിയിട്ടേക്കും കേട്ടോ. കുറച്ച് സമയമുണ്ടല്ലോ, പിന്നെ ആവട്ടെ എന്ന് കരുതിയിരിക്കും. പക്ഷേ ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് നിർബന്ധം കേട്ടോ. അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ജോലി ഇല്ലാത്ത ദിവസം അങ്ങനെ പാത്രങ്ങളിടുന്നത് മനഃപൂർവ്വം കേട്ടോ. കാരണം പിള്ളേർ പോയി കഴിഞ്ഞിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ പയ്യെ ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയാൽ. എല്ലാം ചെയ്തിട്ട് വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടി അവിടെ ഇരിക്കും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രിഡ്ജ് അകത്താണ്. അത് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു തന്നെയാണ് തക്കാളി ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാനതൊരു എക്സസൈസ് ആ ഒരു മൂഡിലേ ഞാനതിനെ കാണാറുള്ളൂ കേട്ടോ. ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയണ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത്, അടുക്കളയൊക്കെ നല്ലതാണ്, ഫ്രിഡ്ജ് ശരിക്കും അടുത്ത് വേണമായിരുന്നു. പക്ഷേ എനിക്കെന്താ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ.
ഞാനിവിടെ ഇലക്ട്രീഷ്യൻ വന്ന് ഇവിടെ എന്നോട് ഫ്രിഡ്ജ് പിടിപ്പിക്കാമെന്ന് പറഞ്ഞു തന്നിട്ട് ഞാനായിട്ട് പറഞ്ഞു വേണ്ട അത് അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. ഇതിനിടയ്ക്ക് നമ്മുടെ തക്കാളി അരിയിലൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അച്ചിങ്ങയും കായും കൂടി വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക നമ്മൾ ഈ ടൈലുമേ ചൂടോടെ ഒന്ന് ഞാൻ ആദ്യമൊക്കെ പാത്രങ്ങൾ വയ്ക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ മോളുടെ ബർത്ത്ഡേക്കാണ് ആൻറ്റി വന്നപ്പോൾ ആൻറ്റിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചൂടോടെ അങ്ങനെ പാത്രങ്ങൾ വയ്ക്കരുത്, ആ ടൈലല്ല ഗ്രാനൈറ്റിൻ്റെ കളറ് ചേഞ്ച് ആവുന്നു. അതിൽ പിന്നെ തുടങ്ങിയിട്ടോ ഞാൻ മറ്റേ സംഭവം ആ ചൂട് എന്താ പറയണ അതിന് ചൂടോടെ സാധനങ്ങൾ വയ്ക്കുന്ന ഒരു പാത്രം ഇതുണ്ടല്ലോ, ആ സംഭവമൊക്കെ ഞാനെടുത്ത് കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചേക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ആൻറ്റി തന്നെ ചീത്ത പറഞ്ഞു, നീ അതെന്തിനും എടുത്ത് വെച്ചേക്കണേ, കാശ് കൊടുത്ത് മേടിച്ചേക്കണല്ലോ, അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റിൻ്റെ കളറ് മാറുമെന്ന്. അതിൽ പിന്നെ കേട്ടോ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സമയമുണ്ടല്ലോ, ഇനി എന്തായാലും ചിക്കൻ വേവാനുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ വെറുതെ ഇരിക്കാനുള്ളൂ എന്ന് കരുതിയുണ്ടോ ഞാൻ അപ്പം ചൂടാൻ പോയത്. എന്തായാലും അപ്പം ചുട്ട് നോക്കാമെന്നത് എനിക്ക് നല്ല കാര്യമായിരുന്നു കേട്ടോ. അതല്ല ഞാൻ ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി മോൻ വന്നതിന് കുറച്ച് മുമ്പ് എങ്ങനെ നോക്കണമെങ്കിൽ ഇന്നത്തെ അപ്പം ചൂട്ടിൽ എൻ്റെ ഗോവിന്ദ ആയിരുന്നു തന്നെ കേട്ടോ. അതിനിടയ്ക്ക് സവാളയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാൻ നോക്കിയപ്പോൾ ഉള്ളത് മുളകിൻ്റെ പാത്രത്തിൽ മുളകില്ലാന്ന് കാണുന്നത്. ഇതൊക്കെ നമ്മൾ തലേദിവസം നോക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇതിപ്പോൾ തലേദിവസം രാവിലെയും കണ്ടിട്ട് ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത്, അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് പറ്റും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി മുളക് പൊടി പാർത്തി കൊണ്ടുവരാൻ കേട്ടോ. ഞാൻ ഇവിടെ പൊടിപ്പിച്ച മുളക് പൊടിയായിരുന്നു കേട്ടോ. ശരിക്കും അതൊന്നും നമ്മൾ ലാഭം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യമൊന്നും അറിയാൻ വേണ്ടിയില്ല, ഞാൻ മേടിച്ച് ഒരു പാക്കറ്റായിട്ട് മേടിക്കായിരുന്നു. അപ്പോൾ അനിയത്തിയൊക്കെ വന്നപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മുളക് പൊടിയായിട്ട് നമ്മൾ മേടിക്കണ എന്തുകൊണ്ട് നമുക്ക് ലാഭവും നല്ലതും നമ്മൾ മുളക് ഉണക്കി പൊടിച്ചെടുക്കണമെന്ന്. അതിൽ പിന്നെയാണ് ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ ഞാൻ അതായിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്, മുളക് മേടിച്ച് ഉണക്കി പൊടിച്ചെടുത്തത്. ഞാനിത് ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടോ ആദ്യമായിട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം അതന്നെ ഈ പൂജവെപ്പ് വരും 1 വർഷമാകും കേട്ടോ. പക്ഷെ ഞാൻ അന്ന് ഉണക്കി പൊടിച്ചത് ഇനി എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുകയാണ് കേട്ടോ. തലേദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചിങ്ങയും കായും കൂടി വളർത്താനായിട്ട് ഞാൻ ഇത്തിരി ചുവന്നുള്ളിലേക്ക് ഇടിച്ചെടുത്ത് നമ്മളതൊന്ന് വളർത്തിയെടുക്കണ്ട. അതൊക്കെ തലേദിവസം ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്ത് വെക്കട്ടെ ചുവന്നുള്ളിയൊക്കെ. ഞാനത് മറന്നു പോയതുണ്ട്, അത് വിട്ട് പോയതുണ്ട് നന്നാക്കി വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ വളർത്തിയിട്ട് തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതപ്പോൾ കൈയോടെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നേരമൊക്കെ നല്ലോണം പരവരാ വെളുത്തുണ്ട് കേട്ടോ. അപ്പം ഇനി പോയി തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ ഒന്ന് വേഗം പോയി ഒന്ന് മിറ്റടിച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ. അടിച്ചാൽ പോരില്ല, അത് വേറെ കാര്യം. എന്നാലും ഇപ്പോൾ സമയമുള്ളതുകൊണ്ടാട്ടോ മിറ്റടിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ചില സമയത്ത് ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമൊക്കെ ആയിരിക്കും. വലിയ കാര്യമായ ഇലകളൊന്നും വീണ് കിടപ്പില്ല, കാരണം തലേദിവസം വൈകുന്നേരം നമ്മൾ അടിച്ചേക്കണതാണ്. വീടിൻ്റെ ചുറ്റുവശം നമ്മൾ കട്ടയിട്ടേക്കണ്ട. പിന്നെ ഇവിടെ കണ്ട എൻ്റെ അലക്കല്ല് അടുക്കളയോട് ചേർന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് പഴയ വീട് നമ്മൾ എന്താ പറയുക റിനോവേഷൻ ചെയ്തെടുക്കുക. റിനോവേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അടുക്കള കൂട്ടിച്ചേർത്ത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അലക്കല്ല് അതിനോട് ചേർന്ന് തന്നെ വന്നു. ഞാനപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞാണ് അന്ന് അലക്കല്ല് മാറ്റാനായിട്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ അപ്പച്ചനായിരുന്നു കേട്ടോ. പക്ഷെ അപ്പച്ചൻ കരുതി ഞാനൊരു ആനക്കള്ളിയാണ്, പണിയെടുക്കാൻ ആന മടിച്ചായിരുന്നു. അപ്പച്ചൻ കരുതി ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അപ്പച്ചനത് അലക്കല്ല് മാറ്റാനും പോയില്ല കേട്ടോ. പക്ഷെ ഇതിപ്പോൾ അലക്കണേൻ്റെയാണ് ആ ചുമരുമ കണ്ട അത്രയും ഭാഗത്ത് മാത്രം അലക്കണേൻ്റെ സോപ്പും പാത തെറിച്ചിട്ടാണ് അങ്ങനെ കളറ് മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ അതിനുവേണ്ടി വാൾപേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. മോൻ്റെയൊക്കെ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാനെന്നത് കല്യാണത്തിന് മുമ്പ് വരെ എൻ്റെ വീട്ടിൽ ഒരു പണി പോലും ചെയ്യാത്ത ഞാനായിരുന്നു കേട്ടോ. അമ്മേനെ പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഓരോ അവസ്ഥയും ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മളത് ചെയ്യുമെന്ന് അറിയില്ലേ. ഇപ്പോൾ അത് ആരും നമ്മൾ നിർബന്ധിക്കുകയും വേണ്ട, ആരും നമ്മളെ എഴുന്നേൽപ്പിക്കുകയും വേണ്ട. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇടയ്ക്ക് ചുവന്ന് കാണുന്നത് ജാതിക്കായ കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ജാതിക്കായ പറക്കിയിട്ടില്ല. ജാതിക്കായയുടെ സമയം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം കണ്ട് വെയിലുണ്ടായിരുന്നു. വെയിൽ കണ്ടിട്ട് മഴ പെയ്ത കാരണം കിടന്ന ജാതിക്കായ പൊട്ടിയേക്കുന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് പറക്കാനുണ്ട് കേട്ടോ, സമയം കിട്ടിയിട്ടില്ല. ജാതിക്കായ ഈ പ്രാവശ്യത്തെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അതെല്ലാം പൊട്ടിക്കാൻ കിടപ്പുണ്ട്. അത് ഈ പൂജവെപ്പ് വരുമ്പോഴേക്കും അത്യാവശ്യം വില കയറി വരുന്ന സമയമാണ് ഈ പൂജവെപ്പിന്. അതൊക്കെ മുമ്പ് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് നല്ലൊരു പണിയാട്ടോ. കാരണം അത് കംപ്ലൈൻ്റ് ആവാനായിട്ട് നമ്മൾ ഉറുമ്പൊടി ഇട്ടാണ് വെച്ചേക്കണത്. ഇനി അത് പൊട്ടിക്കണമെന്ന് ഞാൻ തുമ്മി ചാവുള്ളൂ. അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, വേറെ ഭായിമാരെ ആരെങ്കിലും വിളിച്ചിട്ട് വേണം അതൊന്ന് പൊട്ടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മൾ ചിക്കൻ കറി ഞാൻ തീ കുറച്ചിട്ടേക്കണേന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അത് വേവാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും ഞാൻ കരുതി മോൻ്റെ മുറിയിലേക്ക് വന്നാൽ കണ്ട. അപ്പോൾ അവൻ്റെ മുറിയിൽ അവൻ ബെഡ്ഷീറ്റൊന്നും വിരിക്കില്ല, അതെന്നെ ഉത്തരവാദിത്തമാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അതിന് 5:30 ആകുമ്പോഴേക്കും ട്യൂഷന് പോകണം. അതെങ്ങനെ കുളിയും കഴിഞ്ഞ് ഓർഡർ എനിക്കും അത്ര വിളിച്ചാൽ എഴുന്നേക്കണം തന്നെ ദൈവാധീനം കേട്ടോ. ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞാനത് ചെയ്തിട്ടോ. ഞാനത് അവിടെ തന്നെ ഇട്ടേക്കും. അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് അവനെ കൊണ്ട് തന്നെ ചെയ്ത് വെപ്പിക്കും കേട്ടോ. ഇതിപ്പോൾ ക്ലാസ്സുള്ള ദിവസമാണ്, ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വന്ന് എങ്ങനെയും ചായ പിടിച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് അതിന് ഓടാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരിട്ടിട്ട് ഒന്ന് ഇറയുമ്പോൾ ഒന്ന് അടിച്ച് വാരി എടുക്കാണ്ട്.
തലേദിവസം വൈകുന്നേരം അടിക്കുന്ന ദിവസമാണ് ഞാൻ രാവിലെ ചെയ്യില്ല കേട്ടോ. തലേദിവസം ഞാൻ വൈകുന്നേരം അടിച്ചിട്ടില്ല എറയമ്പരം, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ എറയമ്പരം അടിക്കാമെന്ന് കരുതിയേക്കണം കേട്ടോ. മോളി സമയമായപ്പോഴേക്കും അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ മുടികെട്ടെല്ലാം ആയിട്ട് മുറിയിലവിടെ നടപ്പുണ്ട് കേട്ടോ. ടൈം ടേബിൾ എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളവിടെ നടപ്പുണ്ട്. മോന് ഇനിയിപ്പോൾ ഒരുപാട് സമയമില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ ചിക്കൻ കറി വെക്കുന്നത് കൊണ്ട് ഇനി വൈകുന്നേരത്തേക്ക് എനിക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ തന്നെ ഉണ്ടാവും. ചോറ് മാത്രമേ എനിക്ക് വെക്കേണ്ടി വരുള്ളൂ. ചോറ് ഇപ്പോൾ തലേദിവസം തിളപ്പിച്ചൂറ്റിയതുള്ളൂ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഇത്തിരി ചോറ് വെക്കേണ്ടി വരും. വേറെ വലിയ കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അലക്കാൻ കിടപ്പുണ്ട്. അലക്കാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ അലക്കാനായിട്ട്. അതിപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ചെയ്യണത്. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് വയ്ക്കും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോറായി കഴിഞ്ഞപ്പോൾ ചോറൊന്നും ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിൽ കുടിക്കാനുള്ള ചൂടുവെള്ളവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വയ്ക്കലാണ്. എന്തത് മറന്നുപോയതാണ് കേട്ടോ. അതാണ് ഞാൻ കുറച്ച് മുമ്പാണ് അതെടുത്ത് മാറ്റി വെച്ചത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ സമയം ഒരു ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ച് വെച്ചാണെങ്കിലും ദോശ മാവ് അപ്പോഴേക്കും പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ പയ്യെ അപ്പം ചുട്ടെടുക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ആ ചട്ടി ചൂടാകുമ്പോഴേക്കും ഞാൻ കരുതി തലേദിവസം കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കേണ്ട. പിന്നെ നമ്മൾ ഉരുളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മോനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ ഭരത്തിൻ്റെ മുകളിലേക്ക് വെക്കണമായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അവനുള്ള സമയം നോക്കി ഞാനതൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് കേട്ടോ. ഇനി കുറച്ച് പാത്രം കൂടി അവിടെ നിന്ന് മാറ്റാനുണ്ട്. അത് ഞാൻ പഠിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അതിപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് അത് മാറ്റി വയ്ക്കണം അവിടെ നിന്ന്. അപ്പോൾ അപ്പം ചുട്ടിട്ട് നല്ലോണം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പം ആകുമ്പോഴേക്കും ഞാൻ കരുതി മക്കൾക്കുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കാമല്ലോ എന്ന് കരുതി. മോൾക്ക് ഞാൻ അച്ചിങ്ങാലത്തിയതും ചോറും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കണത്. ഇപ്പോൾ ഞാൻ ഈ സംഭവം മേടിച്ചു എന്ന് പറയുന്നത് ഓൺലൈനിൽ മേടിച്ച കേട്ടോ. പക്ഷേ എനിക്കതിനകത്ത് ഇങ്ങനെ എന്താ വലിയ ബലമുള്ള മാതിരി തോന്നിയില്ല. ബലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ടിന്നുകൾ എന്താ പറയുക മറ്റേ കുപ്പികളൊക്കെ വയ്ക്കാനായിട്ടുള്ള ബലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ കാരണം ഇങ്ങനെ ചെറിയ ആട്ടം തോന്നി. ഇപ്പോൾ ഇങ്ങനത്തെ കനമുള്ള വെയിറ്റുള്ള സാധനങ്ങളാകുമ്പോൾ അതുമ്പോൾ തന്നെ ഇരുന്നോളൂല്ലോ എന്ന് കരുതിയാണ്. ഇപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ബാലൻസ് വരില്ല. അതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ടോ ഞാൻ ആ സ്റ്റീലിൻ്റെ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ മോന് ഞാൻ അപ്പവും ചിക്കൻ കറിയും കൂടി കൊടുത്തു വിടാറുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. അവന് അപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. പിന്നെ അവൻ ചോറ് വേണ്ടാന്ന് പറയും കേട്ടോ. അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മക്കൾക്കുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞാൻ ആ ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അവരോട് വന്നു കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ടൗല് വെച്ച് അത് കെട്ടിക്കൊണ്ട് പോകുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ കൊല്ലം വരെ അവർക്കുള്ള ചോറും കറികളൊക്കെ അവർ തന്നെയായിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വൈകി പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ മോൻ 10-ലായതുകൊണ്ട് മോനെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ള എളുപ്പത്തിനാണ് ഞാനിതൊക്കെ വേഗം റെഡിയാക്കി ഒന്ന് ഡൈനിങ് ടേബിളിൽ വയ്ക്കണം കേട്ടോ. ഇനി അവർ വന്ന് അവരൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ അടുക്കള തൂത്തൊക്കെ വരുമ്പോഴേക്കും എൻ്റെ സമയം വൈകും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇപ്പോൾ ഞാനായിട്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പമൊക്കെ ചുട്ട് വയ്ക്കണമെന്ന് കേട്ടോ. ഇത് ഒരുപാട് അപ്പം തന്നെ അത് രാവിലത്തേക്കുള്ള അപ്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരത്തേക്കുള്ള അപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ഗ്ലാസ് ഇട്ടത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതിപ്പോൾ മോൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിക്ക് മുമ്പ് വേഗം അവൻ്റെ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാം കേട്ടോ. ഈ തേപ്പട്ടി കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് ഒരു ലൂസ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ കറണ്ടില്ലാന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ യൂണിഫോം തേക്കാണ്ട് വിടായിരുന്നു. പക്ഷെ അവൻ വന്നിട്ട് പറഞ്ഞു മമ്മി AC ഓൺ ആവുന്നുണ്ട് പക്ഷേ തേപ്പട്ടി ഓൺ ആവുള്ളാന്ന്. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ ഇതേപോലെ ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അതെന്ത് ചെയ്താൽ ഓൺ ആവണില്ല കേട്ടോ. തേപ്പട്ടി വർക്കാവണില്ല. അത് ലൈറ്റ് തെളിയാറുണ്ട്. അപ്പോൾ അത് ലൈറ്റ് തന്നില്ല. പിന്നെ ഞാനതൊന്ന് അവിടെ ആ വയറുമ്പോൾ തിരിച്ചു നോക്കിയപ്പോഴാണ് അതിന് ലൂസ് കണക്ഷനാണ് മനസ്സിലായത്. ഇതിപ്പോൾ അവൻ വരുമ്പോഴേക്കും തേച്ച് വെച്ചിട്ടുള്ള എനിക്ക് കിടക്കപ്പൂർത്തി തരില്ല കേട്ടോ. എന്നോട് തലേദിവസം തേക്കാൻ പറയും. അപ്പോൾ ഞാൻ മടിച്ചിട്ടുണ്ടോ തേക്കാഞ്ഞത്. അവനെ കൊണ്ട് തേക്കാൻ പറഞ്ഞ് തേക്കും. പക്ഷേ ഈ തേപ്പൊട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. ചൂട് കൂടി കഴിഞ്ഞാൽ പകുതി ഷർട്ട് അതിമിരിക്കും. അത് കാരണമാണ് ഞാൻ അവനെ കൊണ്ട് തേപ്പിക്കാത്തത്. ഇപ്പോൾ അപ്പം നന്നായ കാരണം ഞാൻ പിറ്റേ ദിവസത്തേക്കും കൂടി വേഗം പച്ചരി എടുത്ത് വെള്ളത്തിലിടാൻ കേട്ടോ. അപ്പോൾ നാളെയും ഇങ്ങനെ തന്നെ പാലപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഒരു ദിവസം ഒരു സാധനം നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ പിറ്റേ ദിവസം അത് ഉണ്ടാക്കണമെന്ന്. ഞാൻ അങ്ങനെയാണ് ഒരു സംഭവം നന്നായി കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക ഉണ്ടാക്കി വെറുപ്പിക്കുമെന്ന് പറഞ്ഞില്ല. അവർ അങ്ങേറ്റത്ത് അവസാനം പിള്ളേർ എൻ്റെ അടുത്ത് പറയും മമ്മി ഇനി 2 ദിവസത്തേക്ക് പാലപ്പം ഉണ്ടാക്കണ്ടെന്ന് പറയും. ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കോട്ടെ ചില സമയത്ത് ഞാൻ. നമ്മുടെ അപ്പം ചുട്ടൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരപ്പം കോരി ഒഴിച്ചുകൊണ്ട് ആ കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഈ വക ഓരോ പണി ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ മോക്ക് ചായ കുടിക്കാനുള്ള സമയം ഇപ്പോൾ അവൾ വന്നിട്ട് കേട്ടോ. സമയം ഏകദേശം ഒരു 7:45 ആവാറായിട്ടുണ്ട് കേട്ടോ. മോന് 7:45 കഴിയും. 8 മണി ആവാറാകുമ്പോഴേക്കാണ് അവൻ വന്നത്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എനിക്ക് കമ്പലിലേക്കുള്ള വെള്ളമൊക്കെ എടുക്കണം കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചൂടാറിയിട്ടില്ല. അതായത് ഞാൻ കുറച്ച് ചൂടുവെള്ളവും ബാക്കിയുള്ളത് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ആ ചായ വെച്ചിട്ടുണ്ട്. ആ ചായ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് മര്യാദയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ചായ കുടിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ചായ കുടിയും കൂടി കഴിഞ്ഞാൽ അവൻ വരുമ്പോഴേക്കും അവൻ്റെ ബാഗ് എടുത്ത് വയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടാവും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഷോക്സോ എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇനി ഓടി പിടഞ്ഞ് അതിന് വേണ്ടി ഓടേണ്ടി വരും. ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തീർത്ത് വെക്കാനുണ്ടാവും വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.